ലോകത്തിന്റെ ഗതി തന്നെ മാറ്റിയ 3 പുസ്തകങ്ങളെപ്പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? തോറ, ബൈബിൾ, പിന്നെ ഖുറാൻ. നമ്മളെല്ലാവരും സാധാരണയായി ഇവയെ 3 വേറിട്ട ഗ്രാഞ്ചങ്ങളായിട്ടാണ് കാണുന്നത്. പക്ഷെ ഒരു നിമിഷം, ഇവ ഒരേ കഥയുടെ 3 ഭാഗങ്ങളാണെങ്കിലോ? അതെ, ഒരൊറ്റ കഥയുടെ 3 അധ്യായങ്ങൾ. ഈ ഒരു വളരെ വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് നമ്മൾ ഇന്നും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. ശരി, നമുക്ക് നേരെ കാര്യത്തിലേക്ക് കടക്കാം. ഈ ചോദ്യം, അതായത് തോറ, ബൈബിൾ, ഖുറാൻ എന്നിവ ഒരേ പുസ്തകത്തിന്റെ 3 അധ്യായങ്ങളാണോ എന്നുള്ളത് ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ ഒരുപക്ഷെ അത്ര വലുതായി തോന്നില്ല. പക്ഷേ ഒന്ന് ആഴത്തിൽ ചിന്തിച്ചാലോ, ഈ വിശുദ്ധ ഗ്രന്ഥങ്ങളെ നമ്മൾ ഇത്രയും കാലം കണ്ടിരുന്ന രീതിയെ തന്നെ ഇത് അടിമുടി മാറ്റിമറിക്കാൻ ശേഷിയുള്ള ഒന്നാണ്, അല്ലേ? അപ്പോ ഈ ഒരാശയം നമുക്ക് ഘട്ടം ഘട്ടമായിട്ട് ഒന്ന് നോക്കാം. ഒരു 5 ഭാഗങ്ങളായിട്ട്. ആദ്യം തന്നെ ഈ 3 ഭാഗങ്ങളുള്ള ഒരൊറ്റ കഥ എന്ന ആശയം എന്താണെന്ന് നമ്മൾക്ക് മനസ്സിലാക്കാം. പിന്നെ ഓരോ ഭാഗവും, അതായത് തോര, പുതിയ നിയമം, ഖുറാൻ, ഇവയെല്ലാം എങ്ങനെയാണ് തൊട്ടുമുമ്പുള്ളതിന്റെ തുടർച്ചയാവുന്നതെന്ന് നോക്കും. ഏറ്റവും ഒടുവിൽ ഇങ്ങനെ വായിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം, എന്താണതിന്റെ പ്രാധാന്യമെന്നും നമ്മൾ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിലെ പ്രധാന പോയിന്റ്. ഈ പുസ്തകങ്ങളെ 3 ഒറ്റപ്പെട്ട കഥകളായിട്ട് കാണുന്നത് അങ്ങ് മാറ്റിവെക്കുക. പകരം നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയുടെ ട്രൈലോജി പോലെ ഇതിനൊന്ന് കണ്ടാലോ? ഒരു സ്റ്റാർ വാർസ് പോലെയോ അല്ലെങ്കിൽ ലോർഡ് ഓഫ് ദി റിംഗ്സ് പോലെയോ ഒരൊറ്റ വലിയ കഥ, അതിന്റെ 3 ഭാഗങ്ങൾ. അങ്ങനെ ചിന്തിക്കുമ്പോൾ ശരിക്കും പ്രശ്നം എന്താണെന്ന് നമുക്ക് പിടികിട്ടും, അല്ലേ? ഒന്നോർത്തു നോക്കൂ, നിങ്ങൾ നേരെ പോയി ലോർഡ് ഓഫ് ദി റിംഗ്സിന്റെ 2ാമത്തെ സിനിമ മാത്രം കാണുന്നു. എങ്ങനെയുണ്ടാവും? കഥാപാത്രങ്ങൾ എവിടുന്ന് വരുന്നു എന്നോ ഇനി എങ്ങോട്ട് പോകുന്നു എന്നോ ഒരു പിടിയും കിട്ടില്ല. ഏതാണ്ട് അതുപോലെയാണ് കാര്യങ്ങൾ. ഈ പുസ്തകങ്ങളിൽ ഏതെങ്കിലും ഒന്ന് മാത്രം എടുത്തു വായിച്ചാൽ ആ വലിയ കഥയുടെ ഒരു കഷ്ണം മാത്രമേ നമ്മുടെ കയ്യിൽ കിട്ടുന്നുള്ളൂ. ബാക്കി 90% മിസ്സാകും. ശരി, അപ്പൊ നമുക്ക് ഈ പുസ്തകത്രയത്തിലെ 1ാമത്തെ അധ്യായത്തിലേക്ക് പോകാം. ഇതാണ് എല്ലാത്തിനും അടിത്തറവാകുന്നത്, ഫൗണ്ടേഷൻ. അപ്പോ നമ്മുടെ കഥയുടെ ആദ്യത്തെ ഭാഗം, അതായത് തോറയെ, യഹൂദമതം എങ്ങനെയാണ് കാണുന്നത്? അവർക്ക് അതൊരു സമ്പൂർണമായ, സ്വയം പര്യാപ്തമായ ഒരു കഥയാണ്. അതിനൊരു തുടർച്ചയുടെ ആവശ്യമില്ല. ലോകം എങ്ങനെയുണ്ടായി, മനുഷ്യനെന്ത് സംഭവിച്ചു, ദൈവത്തിന്റെ നിയമങ്ങൾ എന്തൊക്കെയാണ്, ഇതെല്ലാം അതിലുണ്ട്. അതുകൊണ്ടുതന്നെ മറ്റു പുസ്തകങ്ങൾ വായിക്കുന്നതിനെ അവർ പ്രോത്സാഹിപ്പിക്കാറില്ല. അവർക്ക് തോറയാണ് ദ ഫൈനൽ വേർഡ്. ഓക്കെ, ഇനി നമുക്ക് ഈ കഥയുടെ 2ാം ഭാഗത്തേക്ക് വരാം. പുതിയ നിയമം വരുമ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, കഥ എങ്ങനെയാണ് മുന്നോട്ടു പോകുന്നത് എന്ന് നോക്കാം. അപ്പോ ക്രിസ്തുമതത്തിലേക്ക് വരുമ്പോൾ അവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി വ്യത്യസ്തമാണ്. അവര് പുതിയ നിയമത്തെ ഒരു പുതിയ കഥയായിട്ടല്ല കാണുന്നത്, മറിച്ച് പഴയ നിയമത്തിന്റെ ഒരു സീക്വൽ, ഒരു തുടർച്ചയായിട്ടാണ്. അതായത് പഴയ നിയമം ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആദ്യത്തെ ഉടമ്പടിയാണെങ്കിൽ പുതിയ നിയമം യേശുവിലൂടെയുള്ള ഒരു പുതിയ ഉടമ്പടിയാണ്. അതുകൊണ്ട് തന്നെ പഴയ നിയമം എന്ന മുൻകഥയില്ലാതെ പുതിയ നിയമം വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അവ രണ്ടും തമ്മിൽ അത്രയേറെ ബന്ധമുണ്ട്. വെറുമൊരു സാധാരണ ബന്ധമല്ല കേട്ടോ ഇത്. ആയിരക്കണക്കിന് റെഫറൻസുകളാണ് പുതിയ നിയമത്തിൽ പഴയ നിയമത്തിൽ നിന്നുള്ളത്. അക്ഷരാർത്ഥത്തിൽ ആയിരക്കണക്കിന്. പഴയ നിയമത്തിലെ ഓരോ പ്രവചനങ്ങളും കഥകളും പുതിയ നിയമത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. ഇത് ഒരേ കഥയുടെ തുടർച്ചയാണെന്നതിന് ഇതിലും വലിയ എന്ത് തെളിവാണ് വേണ്ടത്? പുതിയ നിയമം ഒരു തുടർച്ച മാത്രമല്ല, ഒരു തിരുത്തൽ ഗ്രന്ഥം കൂടിയാണ്. പഴയ നിയമത്തിലെ പ്രവചനങ്ങളെല്ലാം യേശുവിൽ പൂർത്തിയാകുന്നു എന്ന് പറയുന്നതിനൊപ്പം തന്നെ മോശയുടെ നിയമങ്ങളെ ആളുകൾ തെറ്റായി വ്യാഖ്യാനിച്ചതിനെ യേശു തിരുത്തുകയും ചെയ്യുന്നുണ്ട്. ഉദാഹരണത്തിന് വിവാഹമോചനവുമായി ബന്ധപ്പെട്ട നിയമങ്ങളൊക്കെ, അതിലൊക്കെ ഒരു വ്യക്തത വരുത്തുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ കഥയുടെ ഗ്രാൻഡ് ഫിനാലയിലേക്ക്, അതായത് 3ാമത്തെയും അവസാനത്തെയും അധ്യായമായ ഖുറാനിലേക്ക് എത്തുകയാണ്. ഈ പുസ്തകം സ്വയം അവതരിപ്പിക്കുന്നത് തന്നെ ഈ പുസ്തകത്രയത്തിന്റെ ഒരു പരിസമാപ്തിയായിട്ടാണ്. അപ്പോ ഖുറാൻ ഒരു അവസാന ഭാഗം എന്ന നിലയിൽ 4 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്യുന്നത്. ഒന്ന്, അത് തോറയും സുവിശേഷങ്ങളും ദൈവീക ഗ്രന്ഥങ്ങളാണെന്ന് ശരിവെക്കുന്നു. 2, ആ പുസ്തകങ്ങളിലെ കഥകളൊക്കെ നിങ്ങൾക്ക്, അതായത് വായനക്കാരന് അറിയാമെന്ന് അത് അനുമാനിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ബാക്ക് സ്റ്റോറി അറിയാമെന്ന്. 3, ആ പഴയ പുസ്തകങ്ങളിൽ കാലക്രമേണ വന്നുപോയ ചില തെറ്റുകളെ അത് തിരുത്തുന്നു. 4ാമത്തേതും ഏറ്റവും പ്രധാനപ്പെട്ടതും, പുതിയ ചില വിവരങ്ങളും വെളിപ്പെടുത്തലുകളും നൽകി ആ കഥയെ അത് പൂർത്തിയാക്കുന്നു. ഈ തിരുത്തൽ എന്ന ധർമ്മത്തിന് ഏറ്റവും വ്യക്തമായൊരു ഉദാഹരണമാണ് യേശുവിന്റെ കുരിശുമരണത്തെക്കുറിച്ചുള്ള ഖുറാനിലെ പരാമർശം. ബൈബിള് പറയുന്നത് യേശു കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നാണ്. പക്ഷെ ഖുറാൻ പറയുന്നത് അതല്ല.
യേശു യഥാർത്ഥത്തിൽ കുരിശിൽ മരിച്ചിട്ടില്ല, പകരം അതങ്ങനെ കാണപ്പെടുകയായിരുന്നു എന്നാണ്. ഇത് കണ്ടില്ലേ? മുൻപുള്ള കഥയിലെ വളരെ നിർണായകമായ ഒരു സംഭവത്തെ ഖുർആൻ ഇവിടെ തിരുത്തുകയാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ വായിക്കുമ്പോൾ നമുക്കൊരു സിമ്പിൾ റൂള് കിട്ടും. അതായത് ഖുർആൻ തിരുത്താത്ത കാര്യങ്ങളെല്ലാം നമ്മൾ സ്വാഭാവികമായും വിശ്വസിക്കുന്നു. എന്നുവെച്ചാൽ അവസാന ഭാഗമായ ഖുർആൻ ഒരു കാര്യത്തെ തിരുത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം മുൻ അധ്യായങ്ങളിൽ പറഞ്ഞ കഥ അതുപോലെ ശരിയാണ് എന്നാണ്. സിമ്പിൾ. തിരുത്തൽ മാത്രമല്ല, ഖുർആൻ കഥയെ പൂർത്തിയാക്കുകയും ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്നല്ലേ? പുതിയ ചില രംഗങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട്. ഉദാഹരണത്തിന്, യേശു കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടിലിൽ കിടന്ന് സംസാരിക്കുന്ന ഒരു സംഭവം ഖുർആനിലുണ്ട്. ഇത് ബൈബിളിന്റെ ഔദ്യോഗിക പതിപ്പിലില്ല. പക്ഷേ കാനോനിക്കലല്ലാത്ത ചില പഴയകാല ക്രിസ്ത്യൻ ഗ്രന്ഥങ്ങളിൽ ഈ കഥയുണ്ട്. അപ്പോൾ ഖുർആൻ ചെയ്യുന്നത് അത്തരം ചില കഥകളെ കൂടി ഉൾപ്പെടുത്തി ആ വലിയ ചിത്രത്തെ പൂർത്തിയാക്കുകയാണ്. ശരി, അപ്പൊ ഇത്രയും പറഞ്ഞതിൽ നിന്ന് നമ്മൾക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇതെല്ലാം കൂടി ഒരുമിച്ച് ചേർത്തു വയ്ക്കുമ്പോൾ കിട്ടുന്ന ആ വലിയ ആശയം എന്താണ്? നോക്കൂ, ഇതാണ് ആ വലിയ ചിത്രം. തോറ കഥയ്ക്ക് ഒരടിത്തറയും മുൻകഥയും നൽകുന്നു. സുവിശേഷങ്ങൾ ആ കഥയുടെ തുടർച്ചയാകുന്നു, ചില തിരുത്തലുകളും വരുത്തുന്നു. അവസാനം ഖുർആൻ വന്ന് ആ കഥയ്ക്ക് ഒരു പരിസമാപ്തി നൽകുന്നു, ആവശ്യമായ തിരുത്തലുകളും പൂർത്തീകരണവും നടത്തിക്കൊണ്ട്. അപ്പോ ഈ മൂന്നും ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് എന്താണ്? നൂറ്റാണ്ടുകളിലൂടെ പടിപടിയായി വെളിപ്പെട്ട ഒരൊറ്റ വലിയ കഥ, ഒരൊറ്റ ദൈവീക സന്ദേശം. അപ്പോ ഒന്നാലോചിച്ചു നോക്കൂ, ഈ 3 വിശുദ്ധ ഗ്രന്ഥങ്ങളെയും പരസ്പരം പോരടിക്കുന്ന 3 വ്യത്യസ്ത കഥകളായി കാണുന്നതിന് പകരം ഒരേ വലിയ കഥയുടെ 3 അധ്യായങ്ങളായി നമ്മൾ വായിക്കാൻ തുടങ്ങിയാൽ എങ്ങനെയുണ്ടാകും? ആ പുരാതന വരികൾക്ക് എന്തെല്ലാം പുതിയ അർത്ഥങ്ങളായിരിക്കും അപ്പോൾ തെളിഞ്ഞുവരിക? ഒരുപക്ഷേ ഇത്രയും കാലം നമ്മളിവയെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വായിച്ചപ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നത് ആ വലിയ കഥയുടെ മുഴുവൻ സൗന്ദര്യവും ആഴവുമായിരിക്കില്ലേ?